ആൾദൈവങ്ങൾ നിയമത്തിന് അതീതരാണോ? ആത്മീയ ഗുരു സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനെതിരായ കേസിൽ സുപ്രീം കോടതി നടത്തിയ ഒരു സുപ്രധാന വിധിയാണ് ഇങ്ങനെയൊരു ചോദ്യം സമൂഹത്തിന് മുന്നിലേക്ക് ഉയർത്തിവിട്ടിരിക്കുന്നത്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഈ കേസിലെ ഈ വിധി സമൂഹത്തിൽ പുതിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുകയാണ്. സദ്ഗുരു ഇഷ ഫൗണ്ടേഷനിൽ പോലീസിനെയോ സൈന്യത്തെയോ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് അസന്ദിഗ്ധമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് ഇത്തരമൊരു സ്ഥാപനത്തിൽ സൈന്യത്തിനെയോ പോലീസിനെയോ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. നിയമത്തിനു മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നിരിക്കെ ഒരു സാധാരണ പൗരനില്ലാത്ത എന്ത് പ്രിവിലേജാണ് നിയമത്തിനു മുന്നിൽ ഒരാൾ ദൈവത്തിനോ അദ്ദേഹം നടത്തുന്ന ആശ്രമത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ അന്തേവാസികൾക്കോ ഉള്ളത്? ഇഷ ഫൗണ്ടേഷനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണുള്ളത്? സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്താണ് ഇഷ ഫൗണ്ടേഷനെതിരെയുള്ള കേസ്? തന്റെ 2 പെൺമക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇഷ ഫൗണ്ടേഷൻ ആശ്രമത്തിലെ യോഗാ കേന്ദ്രത്തിൽ ബന്ദികളാക്കിയെന്ന് ആരോപിച്ച് കോയമ്പത്തൂരിലെ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിരമിച്ച പ്രൊഫസർ എസ് കാമരാജ് സമർപ്പിച്ച ഹർജിയാണ് ഇങ്ങനെയൊരു ഉത്തരവിന് കാരണമായത്. ഇഷ ഫൗണ്ടേഷൻ വ്യക്തികളെ ബ്രെയിൻ വാഷിംഗ് നടത്തുകയും സന്യാസിമാരാക്കി മാറ്റുകയും കുടുംബവുമായി സമ്പർക്കം പുലർത്താൻ സമ്മതിക്കുന്നില്ല എന്നുമൊക്കെയായിരുന്നു കാമരാജ് തന്റെ ഹർജിയിൽ ആരോപിച്ചത്. മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് 42-39 വയസ്സുള്ള തന്റെ 2 പെൺമക്കളെ തങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി കേന്ദ്രത്തിൽ തടവിലാക്കിയെന്നാണ്. ഹർജി കേൾക്കുന്നതിനിടയ്ക്ക് ഫൗണ്ടേഷനിലെ ആചാരങ്ങളെക്കുറിച്ച് മദ്രാസ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്വന്തം മകൾ വിവാഹിതരായി സ്ഥിരതാമസമാക്കിയപ്പോൾ സന്യാസിമാരായി ജീവിക്കാൻ സദ്ഗുരു സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ നിർബന്ധിച്ചത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഫൗണ്ടേഷനെതിരെ നിലനിൽക്കുന്ന നിരവധി ക്രിമിനൽ കേസുകളും ഈ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ ഇഷ യോഗ സെന്ററുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർക്കെതിരെയുള്ള പോക്സോ കേസുകൾ അടക്കം നിലനിൽക്കുന്നുണ്ട് എന്നത് ഈ ഒരു കേസും ഈ ഒരു വിധികളുമൊക്കെ സമൂഹം വളരെ ഗൗരവമായി പരിഗണിക്കുന്നതിനൊരു കാരണമായി എന്ന് വേണം കരുതാൻ. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം അന്വേഷണം നടത്തിയിരുന്നു. പോലീസ് ആശ്രമത്തിൽ കടന്ന് മുക്കിലും മൂലയിലും പരിശോധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെയുള്ള വാദത്തിനിടയിലാണ് സുപ്രീം കോടതി എല്ലാ നടപടികളും താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കീഴ്ക്കോടതി വിധിക്കെതിരെ തങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കേസിൽ താൽക്കാലികമായി സ്റ്റേ നൽകിക്കൊണ്ട് വിശദമായ വാദം കേൾക്കുക എന്ന സ്വാഭാവികമായ ഒരു നിയമ നടപടി മാത്രമാണ്. ഒരുപക്ഷെ സ്റ്റേ ഓർഡർ കൊണ്ട് സുപ്രീം കോടതി വിധി ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രമാത്രമാണ്. പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് ഏതു മാർഗം സ്വീകരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്നും കൂടാതെ വിവാഹവും സന്യാസവും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാനാകില്ലെന്നുമായിരുന്നു ഇഷ ഫൗണ്ടേഷൻ കോടതിയെ അറിയിച്ചത്. അതേസമയം കാമരാജിന്റെ ഹർജി പ്രകാരം കോടതിയിൽ ഹാജരായ മക്കൾ ഇരുവരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇഷ ഫൗണ്ടേഷനിൽ ചേർന്നതെന്നും തടങ്കലിലല്ലെന്നും കോടതിയെ അറിയിച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാകാം സുപ്രീം കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചുകൊണ്ട് പോലീസിന്റെ തുടർന്നുള്ള നടപടികളൊന്നും തന്നെ ഇഷ ഫൗണ്ടേഷനിൽ പാടില്ല എന്ന് പറഞ്ഞത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് സുപ്രീം കോടതി ഈ വിധിയോടനുബന്ധിച്ച് നടത്തിയ ഒരു പരാമർശമാണ്. സദ്ഗുരു ഇഷ ഫൗണ്ടേഷനിൽ പോലീസിനെയോ സൈന്യത്തെയോ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അത്തരമൊരു സ്ഥാപനത്തിൽ സൈന്യത്തെയോ പോലീസിനെയോ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഈ നിരീക്ഷണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചയായിരിക്കുന്നത്. RR ടോക്സ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ പൗരനില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കുള്ളത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. ഇവിടെ വിശ്വാസത്തിന്റെ വൈകാരികമായ ഒരു വിഷയം ഉള്ളതുകൊണ്ടാകാം സുപ്രീം കോടതി ഒരു ബാലൻസിംഗ് ആയ ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത് എന്നാണ് RR ടോക്സിന്റെ നിഗമനം. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാധാരണക്കാരായ ജനങ്ങളിൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണോ എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നതിന് ഈ ഒരു നിരീക്ഷണം കാരണമായിട്ടുണ്ട് എന്നും കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.